ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ സുർബിയ റൈസാണ്. പിന്നെ സുർബിയ റൈസ് നല്ല ടേസ്റ്റുള്ള ഒരു അറബിക് റൈസാണ്. ഇത് മന്തിയിൽ നിന്നെല്ലാം നല്ലൊരു ഡിഫറെൻറ്റ് റൈസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഓയിൽ ചൂടാക്കുക. ഇനി അതിലേക്ക് നേരിയതായി സ്ലൈസാക്കി വെച്ചിട്ടുള്ള 3 മീഡിയം ഉള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്കെല്ലാം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പൊരിക്കൂലേ, ആ സെയിം ലെവലിൽ തന്നെ പൊരിച്ചെടുക്കുക. പിന്നെ ഈ ഉള്ളി പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനത്തെ റൈസെല്ലാം ഉള്ളി പൊരിച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഉള്ളി കരിഞ്ഞു പോയാൽ റൈസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അതുകൊണ്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഉള്ളീൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. തീ നല്ലോണം കുറയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം എല്ലാ സൈഡും ഒരേപോലെ കളർ മാറ്റിയെടുക്കാൻ. എല്ലാന്നുണ്ടെങ്കിൽ ഇളക്കാണ്ട് നിന്നാൽ ഒരു സൈഡ് വല്ലാണ്ട് കരിഞ്ഞു പോവും. അന്നേരം റൈസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം. മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കേട്, ഗാർലിക്, ജിഞ്ചർ 3/4 പോർഷൻ ആ വറുത്ത് വെച്ച ഉള്ളിയും ഇടുക. 2 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പട്ടയും, 2 ടീസ്പൂൺ മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഉപ്പും, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പേസ്റ്റായിട്ട് വരും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്ത് ഏകദേശം നമ്മൾ ബിരിയാണിക്കെല്ലാം കട്ട് ചെയ്യൂലേ, ആ ഒരു ലെവൽ തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്ത്. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ഒരു ഉരുളക്കിഴങ്ങ് അറബിക് റൈസിലെല്ലാം ഉരുളക്കിഴങ്ങ് കാണാം, നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ്റെ കൂടെ ഇട്ടാൽ. അതുകൊണ്ട് ഞാനിതാ 3 ഉരുളക്കിഴങ്ങ് എടുത്തിന്. 2 എണ്ണം ആയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. 2-3 എണ്ണം ഇട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഇതിലേക്ക് വലിയ വലിയ പീസുകളായി ഇട്ട് കൊടുക്കുക. അധികം ചെറുതാക്കേണ്ട, ചിക്കൻ്റെ വലുപ്പത്തിൽ തന്നെ ഇടാം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഉള്ളി വറുത്ത ഓയിൽ 2 ടീസ്പൂൺ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ആ ചിക്കനും ഉരുളക്കിഴങ്ങും അടിപൊളിയായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ആ ടൈം കൊണ്ട് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല, ഞാൻ പറയുന്നില്ല. നിങ്ങൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക. ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിടുക. ഇനി അതിലേക്ക് അരിയിട്ട് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസും ഇടുക. ബസ്മതി റൈസ് വേവാൻ വേണ്ടി വളരെ കുറച്ച് സമയം മതി, 10 മിനിറ്റ് പോലും വേണ്ട. അതിനു മുന്നേ ഇത് നന്നായിട്ട് വെന്ത് വരും. അതുപോലെ തന്നെ ഇത് സോക്ക് ചെയ്യാൻ മറക്കരുത്. സോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അരി നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവും. നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒന്ന് അരിയിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. അരി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊറ്റാനുള്ള ടൈമായി. അരി നല്ലോണം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ വെള്ളം ഡ്രൈ ആയി വരും. അതിനുശേഷം ആ ടൈം കൊണ്ട് ചിക്കനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. ആ ചിക്കനും ഉരുളക്കിഴങ്ങും ആ പാനിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി കുറച്ച് മസാല മാറ്റി വെക്കുക. എന്നിട്ട് ആ കുറച്ച് മസാലയിൽ തന്നെ ഫസ്റ്റ് റൈസ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച ആ ഉള്ളിയും കുറച്ചിടുക. അതിൻ്റെ മുകളിൽ ബാക്കി റൈസും ഇടുക. ഇനി അതിൻ്റെ മുകളിൽ മാറ്റി വെച്ച മസാലയും ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ വറുത്ത ഉള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ദമ്മിട്ടാൽ റൈസ് റെഡിയാകും. അതിനുശേഷം ഒരു പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇടുക.
ഓയിൽ ചൂടായി ചിക്കനും ഉരുളക്കിഴങ്ങും ഇടുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഇനി ആ റൈസിൻ്റെ മുകളിലായി ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. എന്നാൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ അടുത്ത വീഡിയോ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.